അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിവിടെ കുറച്ച് നമ്മുടെ മധുരക്കിഴങ്ങ്, അതായത് എന്താണെന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ ഈ സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മളിതെല്ലാം എന്താ പറയുക വെട്ടിക്കണ്ടിച്ച് പുഴുങ്ങി തിന്നുന്ന ഒരു പതിവല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ചീനച്ചട്ടി നമ്മുടെ പതിവ് കഥാപാത്രം ഇരിപ്പുണ്ട്. മാത്രമല്ല നമ്മളൊരു നമ്മുടെ കിഴങ്ങ് ഇത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ മറ്റേ നമ്മുടെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഉരച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്ന സംഭവമാണ്. നമ്മൾ ചെറിയ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ ആവശ്യമില്ല. ചമ്മന്തി അരയ്ക്കാനല്ല, അതുകൊണ്ട് അതിൽ കൂടുതൽ ആവശ്യമില്ല. അതായത് നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് അടുത്ത പരിപാടി വെച്ചാൽ ഒരു സ്വല്പം എണ്ണ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ എന്താ പറയുന്ന കുക്കിംഗ് ഓയിലാണ്. കുറച്ച് സാധനം എക്സ്ട്രാ വേറെ എടുത്തിട്ടുണ്ട്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്ന് അത് നമ്മൾ കഴുകി റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പില, പിന്നെ നമ്മുടെ വാളംപുളിയാണ്. ഇപ്പം ചമ്മന്തി എന്ന് പറയുമ്പോൾ അതിനൊരു പുളി വേണമല്ലോ. പിന്നെ എരിവിന് ആവശ്യത്തിന് നമ്മുടെ വറ്റൽമുളകും, പിന്നെ ഇത് നമ്മുടെ കടലപ്പരിപ്പ്. ഇത്ര സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എടുത്തിരിക്കുന്ന ഈ പരിപ്പുകളാണ് മറ്റേ ഉഴുന്ന പരിപ്പോ അല്ല ഉഴുന്ന പരിപ്പും പോട്ടെ, നമ്മുടെ ചെറുപയർ പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ അതുകൊണ്ടില്ല. അപ്പം ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. നമ്മൾ ഈ പരിപ്പുകളൊക്കെ ഒന്ന് കഴുകി ഒരു അരിപ്പയ്ക്കകത്തൊക്കെ വെച്ചൊന്ന് തോർത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. താല്പര്യം ഇല്ലെങ്കിൽ കഴുകണ്ട. അല്ല, വിശ്വസിക്കാവുന്നതാണെന്നുണ്ട് നമുക്ക് കഴുകണമെന്ന് വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും ഇതിലൊക്കെ പൊടി അഴുക്ക് വെക്കണം. അപ്പം ഇതൊന്ന് മൂത്ത് വരണം, കരിഞ്ഞു പോകരുത്. ഒരു എന്താ പറയുക നല്ല കടക്കാണ് സാധനം. അപ്പം ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പരിപ്പുണ്ടല്ലോ അത് നന്നായിട്ട് മൂത്ത് റെഡി ചെയ്യണം. അപ്പോൾ ഇത് നമുക്കിനി കോരി മാറ്റിയിട്ട് നമുക്കിനി അടുത്ത സാധനം ഇതേപോലെ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ റെഡി. ഇപ്പം ഇനി അടുത്ത നമ്മൾ എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക വറ്റൽമുളക് മറ്റേ നമ്മുടെ കാശ്മീരി മുളക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അടിപൊളിയായിട്ട് മൂപ്പിച്ച് സെറ്റപ്പ് ആക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ കടല പരിപ്പായതുകൊണ്ട് ഒരു സ്വല്പം നേരം എടുക്കും, ബാക്കിയൊക്കെ പെട്ടെന്ന് ഉഴുന്ന പരിപ്പൊക്കെ നമുക്കറിയാമല്ലോ, പെട്ടെന്നത് അതങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിയും. പിന്നെ വേറെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പം എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഉഴുന്നാണ് നമുക്ക് കൊടുത്തത്. ഉഴുന്നേ ഒരു മുക്കാൽ പരുവാകുമ്പോഴത്തേന് നമ്മുടെ കറിവേപ്പിലയും മുളകും ഒക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുളിയും കാര്യങ്ങളും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്നോട്ടൊന്ന് പണിയും കഴിയും. അപ്പം ഇനി ഇത് കൂടെ ഒന്ന് മൂത്തോട്ടെ കേട്ടോ. നമ്മുടെ ഉഴുന്നുപരിപ്പുണ്ടല്ലോ നന്നായിട്ട് മൂത്ത്. അപ്പോൾ നമ്മളങ്ങ് കോരി മാറ്റിയായിരുന്നു. പിന്നെ അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് തരാം നമ്മുടെ കിഴങ്ങ്, അതാണ് നമുക്ക് എന്നിട്ട് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതൊന്ന് വെന്ത് കിട്ടണം, അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. അപ്പൊ അതിനൊരു സ്വല്പം സമയം എടുക്കും ഇത് വേകാനായിട്ട്. നമ്മൾ പെട്ടെന്ന് വേകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ മുറിച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം മുറിച്ചിട്ട് കഴിയുമ്പോൾ വേകാനുള്ള താമസം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ വേറെ എന്താ പറയുക ഉപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ ഇത് ജസ്റ്റ് ആ നമ്മൾ നേരത്തെ വറുക്കെടുത്ത എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കരിഞ്ഞ് പോകാതെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ നമുക്ക് കൊടുക്കാം. നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കപ്പോളം വരും. വലിയ വലിപ്പമൊന്നും തേങ്ങയാണ് ചെറിയ തേങ്ങയൊക്കെ. അപ്പം ഇത് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ഒന്ന് എന്താ പറയുക അതിൻ്റെ ആ ഒരു സ്വാഭാവികമായ മൂപ്പിലേക്ക് എത്തണം. അപ്പം കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. ഈ തേങ്ങ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ മെയിൻ കാര്യമാണ് കരിഞ്ഞു പോകാൻ. നമ്മൾ ഒത്തിരി ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ ജലാംശം എല്ലാം കളഞ്ഞ് എടുത്താൽ മാത്രമേ ചമ്മന്തി ഒത്തിരി അങ്ങനെയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഇരിക്കും. ഒരു ദിവസം അല്ല 2 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ യാത്രകളിൽ കൊടുത്തു വിടാനാണെങ്കിൽ തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് വറുത്ത് അതിന്റെ ആ ഒരു നമുക്കറിയാമല്ലോ മറ്റേ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു ജലാംശം മുഴുവൻ മാറ്റത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും നമ്മുടെ കിഴങ്ങ് മധുരക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ ബാക്കിയുള്ള സാധനം കൂടി ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
നമ്മൾ മുളക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചമ്മന്തിക്ക് എടുക്കുന്നതിനേക്കാളും ഒരു മുളകെങ്കിലും കൂടുതൽ എടുക്കണം. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങാണ്, പിന്നെ പുളിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്ര മുളക് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ ഒരു എരിവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്താലേ ഒരു ഒത്തിരി അങ്ങ് മൂത്ത് വരണ്ട. കാരണം നമ്മളിപ്പോൾ എണ്ണയ്ക്കകത്തൊരു ഡയറക്റ്റ് ഇടുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ അങ്ങനെ കിട്ടത്തില്ല. എന്നാൽ അതിന്റെ ഒരു ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് പച്ചപ്പൊന്ന് മാറി നമുക്കുണ്ടല്ലോ ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് സ്വാഭാവികമായിട്ട്. നമ്മുടെ പുളി വാളംപുളിയാണ്. പുളി ഇതിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പുളി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പുളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പുളി കൂടി ഇട്ട് ചെയ്യുമ്പോണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആണ്. കാര്യം പിള്ളേർക്കൊക്കെ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ചോറൊക്കെ കൊടുത്തു വിട്ടുന്നത് കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പുളിയൊന്നും ഇല്ലാതെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറെ കറിയൊന്നും പിന്നെ അവർക്ക് വേണ്ട. നല്ല ടേസ്റ്റ് ആയിട്ടാണ് അത്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്കിത് എന്താ പറയുക ഒത്തിരി അങ്ങ് പേസ്റ്റ് അതാക്കണ്ട. അല്ലാതെ ഒരു നോർമൽ രീതിയിൽ നമുക്കിന്ന് ചമ്മന്തിയാക്കി മറ്റേ അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ അരകല്ലിൽ തന്നെ അരച്ചെടുക്കാം. നമുക്ക് അരകല്ലില്ലാത്തത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുത്ത് അരച്ചിട്ട് ഇനി കാണാം. അപ്പോൾ നമ്മളിത് അരച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പോടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അരച്ച് നല്ല സെറ്റപ്പ് ആക്കി റെഡി ആക്കി എടുത്തിട്ടുണ്ട് സാധനം. നമ്മൾ ഉപ്പ് അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. നമ്മളപ്പോൾ എടുത്ത് നേരത്തെ വെച്ചില്ല, അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്. അതെ. അപ്പോൾ എന്തായാലും കൊള്ളാം. മധുരക്കിഴങ്ങിൻ്റെ സീസൺ ആണല്ലോ ഇപ്പം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടോ അതുപോലത്തെ ടേസ്റ്റാണ് സാധനത്തിന്. ടിഫിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിടുക്കാ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും മധുരക്കിഴങ്ങിന് മധുരമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതൊരു ചെറിയൊരു മധുരമുണ്ട്. ബാക്കി നമ്മൾ ചേർക്കുന്ന പുളിയും മുളകും ഒക്കെ അനുസരിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് കിടുക്കാ ചെയ്ത് എന്താ പറയുന്നത് കഴിച്ചു നോക്കിയാലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് എത്ര വിവരിച്ചാലും അത് മനസ്സിലാകത്തില്ല. അപ്പം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം എന്താ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അതെ. അപ്പോൾ നമ്മളിടുമ്പോൾ വീഡിയോയുടെ മറ്റേ സാധനമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തിടുക. ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.